സോഴ്സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. അടിപൊളി എന്ന് പറയാൻ എക്സാമിന് ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നമ്മുടെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സോളിഡ്സുകളെ ചേർത്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതിന് സർഫസ് ഏരിയയും ചോദിക്കും, വോളിയം ചോദിക്കും. അതുകൊണ്ട് ഇവരെ അങ്ങ് പഠിച്ചു വെക്കണം. ഇത്തിരി മാർക്ക് കൂടുതലായതുകൊണ്ട് ഇവരെ ഒരിക്കലും ആരും വിടരുത് കേട്ടോ. ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് കണ്ടോണം. നോക്കിക്കേ, ഇതൊരു ടോയ് ആണ്, ഒരു കളിപ്പാട്ടമാണ്. ഇതിന്റെ കോമൺ റേഡിയസ് 8 സെന്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദ ടോയ് 23 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. ഉള്ളി കോണിന്റെ മാത്രമായിട്ടുള്ള ഹൈറ്റ് എത്രയാണ്? നെക്സ്റ്റ് സ്ലാൻഡ് ഹൈറ്റ്. നെക്സ്റ്റ് എന്താണ്? കാൽക്കുലേറ്റ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അപ്പൊ ഇവിടെ മണ്ടയ്ക്ക് ഒരു കോണും താഴെ എന്താണ്? ഒരു ഹെമിസ്ഫിയറുമാണ് കേട്ടോ. വൃത്തസുവികയും അർദ്ധഗോളവും ചേർത്ത് വെച്ചേക്കുന്നതാണ്. നമുക്കപ്പൊ ഇതിനൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നടുക്കോട് ഒരു ലൈനിങ് താഴെ വരെ വരച്ചേക്കണം കേട്ടോ. താഴെ വരെ വരയ്ക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആ ഹെമിസ്ഫിയർ ചേർത്തേക്കുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ കോമൺ റേഡിയസ് 8 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് 8 ആ മോനെ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് 8 ആന്ന് മറക്കാതെ എഴുതിക്കോണം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിക്കോണം. ടോട്ടൽ എത്ര മോനെ? 23 അല്ലേ ടോട്ടൽ? ഓക്കെ, ടോട്ടൽ 23 ആണ്. അപ്പൊ ഈ ടോട്ടൽ 23 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ, അതിനുള്ളിൽ ഇത്രയും 8 പോയി. ബാക്കി അപ്പൊ മണ്ടയ്ക്കോട്ട് ഇത് എത്രയായിരിക്കും മോനെ? 15. ഓക്കെ, അപ്പോൾ മണ്ടയ്ക്കോട്ടുള്ള ഭാഗം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ 23 മൈനസ് 8 ഈക്വൽ ടു 15. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള നല്ല അടിപൊളി ക്ലാസ്സുകളും അതിൻ്റെ ഉള്ള നോട്ട്സുകളും എല്ലാ റിവിഷൻ ക്ലാസ്സസും എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ കാര്യങ്ങളിലൂടെ നമുക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ ഇതിന്റെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഫൈൻഡ് സ്ലാൻഡ് ഹൈറ്റ് അല്ലേ? സ്ലാൻഡ് ഹൈറ്റ് ഇപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി? റേഡിയസ് എത്ര കിട്ടി മോനെ? 8. ഹൈറ്റ് എത്ര കിട്ടി? 15. അങ്ങനെയാണെങ്കിൽ എല്ല് നമുക്ക് കിട്ടുമല്ലോ മോനെ. രണ്ടാമത്തെ പാർട്ട്, ഒന്നാമത്തെ പാർട്ട് നമുക്ക് കിട്ടി, h കിട്ടി കേട്ടോ. എങ്ങനെയാ? 23 മൈനസ് 8 ഈക്വൽ 15. ഇനി എല്ലിന്റെ ഫോർമുല എന്തായിരുന്നു മോനെ? റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് r സ്ക്വയർ. വാട്ട് ഈസ് h? ദാറ്റ് ഈസ് 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 225 പ്ലസ് 64 റൂട്ട് ഓഫ് 289. അതിന്റെ റൂട്ട് എത്ര മോനെ? 17. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ഇത് കിട്ടി 17. ഓക്കെ, ഇതെന്താ? കാൽക്കുലേറ്റ് DSA. DSA എന്നാൽ ടോട്ടൽ സർഫസ് ഏരിയ. ഈ ടോയ് നിങ്ങളുടെ കയ്യിലോട്ട് ഒരാൾ വെച്ചങ്ങ് തന്നു, ഇത് പിടിച്ചോളാന്ന് കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തുവാ? ഈ ഭാഗം കാണാം ഇല്ലയോ? ഇതിന്റെ ഈ ഭാഗം കാണാം, ഇതിന്റെ മണ്ടഭാഗവും കാണാം. എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും CSA നമുക്ക് കാണാൻ പറ്റുള്ളൂ, കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, പാർശ്വമുഖ വിസ്തീർണങ്ങളെ കാണാൻ പറ്റുള്ളൂ. അകത്ത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബേസ് ഏരിയ ഒന്നും ഇവിടെ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യത്തിന്റെ അരമനെ πRL, രണ്ടാമത്തിന്റെ അരമനെ πR സ്ക്വയർ. ഓക്കെ, 2πR സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ താഴത്തെ നമ്മുടെ ഹെമിസ്ഫിയറിന്റെ 2πR സ്ക്വയർ, മറ്റേത് πRL. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ള ഒരു ഷോർട്ട് കട്ടോടെ ഞാൻ കാണിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തേക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തേക്കുന്നതും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങനെ നോക്കി ഇച്ചിരി ഈസിയാണേ. ഇവിടെയും π ഉണ്ട്, ഇവിടെയും π ഉണ്ട്. ഒരു π ഇങ്ങ് കോമെടുക്കാം. ഇവിടെ R ഉണ്ട്, ഇവിടെ R സ്ക്വയർ ഉണ്ട്, ഒരു R നെ കോമെടുക്കാം. അപ്പൊ നമുക്ക് πയും R ഉം കോമെടുത്താൽ ഇവിടെ ബാക്കി L ഉണ്ട് ഇല്ലേ മോനെ? πR, എല്ലിലെ πR പുറത്തു വന്നാൽ L. ഇവിടെ ഒരു πയും പോന്നു, ഒരു R ഉം പോന്നു ഇല്ലേ? ബാക്കി ഒരു 2R ഉണ്ട് കേട്ടോ. 2R. ഇനി അങ്ങോട്ട് വാല്യൂസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് സമയലാഭമാണ്. ദാറ്റ് ഈസ് π ഇൻറ്റു R എത്രയായിരുന്നു മോനെ? വാട്ട് ഈസ് R? 8 ഇൻറ്റു L എത്രയായിരുന്നു മോനെ? 17 പ്ലസ് 2 ഇൻറ്റു 8. ഓക്കെ, 2 ഇൻറ്റു R രണ്ട് ഈ ഭാഗം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8π ഇൻറ്റു 2 ഇൻറ്റു 8 എത്ര മോനെ? 16. 16 പ്ലസ് 17 ആൻസർ എത്രയാണ്? 33. ഓക്കെ, അപ്പൊ 33. 8 ഇൻറ്റു 33π അത്രേ ഉള്ളൂ, ആൻസർ ആയി. ഓക്കെ, 8 ഇൻറ്റു 3 24, റിമൈൻഡർ 4 2. 8 ഇൻറ്റു 3 24 പ്ലസ് 2 26. ദാറ്റ് ഈസ് 264π. സമയമുള്ളൊരു പൈയുടെ വാല്യൂ 3.14 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ ആയി. ദാറ്റ് ഈസ് സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ വാരി വലിച്ച് എന്തൊക്കെയോ ആക്കിയിട്ട് ഭയങ്കര ടഫാണ്, ഇത് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് മേടിപ്പിക്കുക എല്ലാവരെയും അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ കുട്ടികളും മാക്സിമം നമ്മുടെ ചാനലൊന്ന് എല്ലാവരിലൂടെ എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. നമ്മുടെ +1 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചാനലുണ്ട്, സുഭാഷ് മാത്സ് ക്ലാസ് റൂം. അത് ഏകദേശം 1 lakhന് അടുത്തെത്തിയിട്ടുണ്ട്.
നിങ്ങളൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് 1 lakh കംപ്ലീറ്റ് ചെയ്യും. മാക്സിമം എല്ലാവരും ആ ചാനലും ഇത് കഴിഞ്ഞിട്ട് കാണണം. ഓക്കെ, സുഭാഷ് മാത്സ് ക്ലാസ് റൂം, ഇത് സുഭാഷ് ഹൈസ്കൂൾ മാത്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകളും എല്ലാ സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.